കനത്ത മഴയിൽ വടകരയിൽ നാശനഷ്ടം. പുതിയ ബസ് സ്റ്റാൻഡ് വെള്ളത്തിൽ മുങ്ങി, നിരവധി കടകളിൽ വെള്ളം കയറി, ശക്തമായ കാറ്റിൽ വിശ്രമ കേന്ദ്രത്തിന്റെ മേൽക്കൂര തകർന്നു. വർഷ ഗിരീഷ് വിവരങ്ങൾ വെച്ചിരുന്നു. വർഷ, മഴ അതേ തീവ്രതയിൽ തുടരാണോ? ഹാഷ്മി, രാവിലെ മുതൽ തന്നെ കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലും അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മഴയോടൊപ്പം തന്നെ കനത്ത കാറ്റുമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ആശങ്ക നൽകുന്ന കാര്യം. ഇന്നിപ്പോൾ വടകരയിലാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. വിശ്രമ കേന്ദ്രത്തിന്റെ മേൽക്കൂര നിലം പതിച്ചിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നുമൊക്കെ തന്നെ കാണാം എത്ര വ്യാപ്തിയുള്ള ഒരു അപകടമാണ് ഉണ്ടായതെന്നുള്ള കാര്യം. പക്ഷെ ആർക്കും ആളപായമില്ല, ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ആശ്വാസകരമായ കാര്യം. രാവിലെ 11 മണിയോട് കൂടിയാണ് ഈ വിശ്രമ കേന്ദ്രത്തിന്റെ മേൽക്കൂര നിലം പതിക്കുന്നത്. ആ സമയം വൃത്തിയാക്കുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് അപകടമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതോടൊപ്പം തന്നെ ഈ വടകര മേഖലയിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറി യാത്രക്കാരും ഒരുപാട് നേരം പ്രതിസന്ധിയിലായി. പുതിയ ബസ് സ്റ്റാൻഡ് ആകെ വെള്ളക്കെട്ട് രൂപപ്പെടുകയായിരുന്നു. ഏറെ നേരം യാത്രക്കാർ വലഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. ഒരുപാട് നേരത്തേക്ക് ബസ്സുകളൊന്നും സ്റ്റാൻഡിലേക്ക് കയറാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റാൻഡിന് സമീപത്തെ നിരവധി കടകളിലും വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദേശീയപാതയുടെ പ്രവർത്തനം നടക്കുന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കാരണം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. അങ്ങനെ ആകെ മൊത്തം വടകര മേഖലയിൽ വലിയ രീതിയിൽ ഈ ഒരു മഴ നാശനഷ്ടം ഉണ്ടാക്കിയെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഓക്കെ, വർഷ ഗിരീഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.